ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് മുളകും തൈയാണ് കേട്ടോ. എൻ്റെ വീട്ടിലുണ്ടായ ഒരു മുളകും തൈയാണ് ഇത്. ഞാൻ വിത്ത് കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് കേട്ടോ. നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിന് മുളകും തൈൻ്റെ. ഈ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതുമ്മലുണ്ടായ മുളക്, അതുമ്മലും തോനെ മുളക് ഉണ്ടായിരുന്നു കേട്ടോ. ചെടി വലിയ ചെടി തന്നെയാണ്. പക്ഷെ അത് ഉണങ്ങി പോയിട്ടില്ല, മുരടിച്ച് പോയിട്ടുണ്ട്, കുറേ കൊല്ലങ്ങളായിട്ടുണ്ടായിന്. അപ്പോൾ അതിന് ഞാൻ വിത്ത് എടുത്തിട്ടാണ് ഈ ചെടി ഉണ്ടാക്കിയത് കേട്ടോ. കവറിലൊക്കെ കുഴിച്ചിട്ടിട്ട്, വിത്ത് കുഴിച്ചിട്ടിട്ട്, പിന്നെ തൈ വലുതായപ്പം പുറമെ കുഴിച്ചിട്ടിട്ട് ഉണ്ടായ മുളകും തൈയാണിത്. അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉണ്ടായിട്ട് ഒരു 5-6 മാസമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്ര വലിപ്പം വെച്ചിട്ടുണ്ട്. ഞാനിതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടൊന്നുമില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഏത് ഇനമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി പറയില്ല. വെള്ള മുളകാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് പേരറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. വെള്ളയല്ല, ഒരു ഗ്രീനിഷ് ടൈപ്പാണ്, ഒരു ഇളം പച്ച കളറുള്ള വൈറ്റ് പോലെയുള്ള മുളകാണ് ഇതിന് വരുന്നത്. നല്ല എരിവുള്ള ഒരു മുളകാണ് കേട്ടത്. നല്ല എരിവുണ്ട് കറിയിലിട്ടാലൊക്കെ. അപ്പോൾ ഇതിൻ്റെ മുളകുകൾ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ മുളക് ഉണ്ടായത്. കാരണം കുറേ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതങ്ങനെ ചുവപ്പ് കളറാവും, നല്ല ചുവപ്പ് കളറാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുവപ്പായതാണ് ഞാൻ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയ തൈയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒരു കൃഷി ചെയ്യുന്നൊക്കെ ഒരാളാണ്. വേറെയും പ്ലാന്റുകളും കൃഷികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ പൂത്ത് മുളക് കുറേ ഉണ്ടായത് കണ്ടപ്പോഴേ, അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാൻ തോന്നി. കാരണം ഇവിടെ നട്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വേറൊരാൾക്ക്, ഇത്രയും ഉണ്ടായതൊക്കെ വേറൊരാൾക്ക് കാണിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് വളവും ഒന്നും ഞാൻ അതിന് ചേർത്തിട്ടില്ല. തൈ ഉണ്ടായപ്പോൾ തന്നെ കുറച്ച് വലുപ്പം വെച്ചിട്ട് തന്നെ കവർന്ന് മാറ്റി കുഴിച്ചിട്ടതാണ്. അപ്പോൾ അത് താനേ വലുതായതാണ് കേട്ടോ. അപ്പോൾ ഈ ഇനം മുളകൊക്കെ വീട്ടിൽ വെക്കണത് നല്ലതാണ്. കാരണം നിറയെ മുളകുണ്ടാവും, നമുക്ക് വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ മുളകൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. കാരണം തോന ഉണ്ടായിക്കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. നല്ല എരിവുണ്ട്, കറിയിലിട്ടാലൊക്കെ നല്ല എരിവാണ്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക. മുളകൊക്കെ പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കും നല്ലത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ കുറേ കാലമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് മുരടിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല മുളകുണ്ട്, മുളക് ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം തന്നെ ഇതാ പൂവിടണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് വിത്ത് ശേഖരിച്ചിട്ട് കുഴിച്ചിട്ട് മറ്റു വലിയ പ്ലാന്റ് ആയത് കേട്ടോ. അപ്പോൾ ഇത് മോശം പറയാനൊന്നുമില്ല, അത്യാവശ്യം മുളകൊക്കെ ഇതിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വേറെയും ഇതുപോലത്തെ മുളകും തൈ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.